ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബെയറിംഗ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് എത്ര ഷെയ്ക്ക് കാണുന്നുണ്ട്, ഇത് വേണ്ട എത്ര ഷെയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബെയറിംഗ് മാറ്റിയിട്ട് വരാം. പിന്നെ അതിൻ്റെ ഈ ഹബ്ബ് ലൈനർ എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ അത്ര ഇങ്ങനെ ചൂഴ്ന്ന് പോയേക്കാണ്ടോ, എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല. ലൈനർ ഇട്ടാലും ഇപ്പോൾ കിടക്കുന്ന ലൈനർ പുതിയ ലൈനറാണ്. പക്ഷേ ലൈഫ് മാക്സിമം കിട്ടില്ല. പരമാവധി നമുക്ക് ഈ ലൈനർ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല. അതിക്ക് മുമ്പ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഈ ആ തേയ്മാനം വന്നതിനനുസരിച്ച് ഇവിടെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 80% ആകുമ്പോഴത്തേക്ക് നമുക്ക് ലൈനർ മാറ്റി കളയേണ്ടി വരും. കാരണം അത്രയ്ക്കും തേയ്മാനം ഈ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇതുമേ കിടക്കണ ലൈനറൊന്നും ഒറിജിനലൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റൊക്കെയാലും കമ്പനി ആയിട്ടും നല്ലൊരു IFE എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ചെയിനാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഭാഗം അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്യാം ചെയിൻ്റെ ഭാഗം ടൈമിംഗ് ചെയിൻ മാറ്റാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ചെയിൻ മാറ്റുമ്പോൾ അതിൻ്റെ ഈ വീലുകളും കൂടി മാറണം. വീലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്ന് പോയേക്കണം കേട്ടോ. അപ്പോൾ അത് അയച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ ചെയിൻ അസംബ്ലി ഇതാണ്, ക്യാം ചെയിൻ ഇതാണ് വന്നെ കേട്ടോ. അതുകൂടി നമ്മൾ മാറ്റി വിടുന്നുണ്ട്. എൻജിൻ ഓയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ പുതിയ ഓയിലാണ്, ഒരുപാട് ആയിട്ടില്ല മാറ്റിയിടുന്നത്. നമ്മൾ എൻജിൻ ഓയിൽ ഊറ്റി, കാരണം നമുക്ക് സ്പോക്കറ്റ് ഈ സൈഡ് അഴിക്കുമ്പോൾ നമുക്ക് ഓയിൽ ഊറ്റാണ്ട് പറ്റില്ല. ഏകദേശം 400 മില്ലി കഷ്ടേ ഉള്ളൂ കേട്ടോ. ഓയിൽ അത്രയ്ക്കും ലെവൽ കുറവുണ്ട്. ഓയിൽ കത്തി പോകണുണ്ടാവും, അല്ലാതെ കൊണ്ട് അത്രയും കുറയാൻ സാധ്യതയില്ല. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ എൻജിൻ ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 400 മില്ലി കഷ്ടേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഈ പഴയ ഓയിലിൽ തന്നെ പുതിയ ഓയിൽ മിക്സ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ സൈഡാണ് ലീക്കിൻ്റെ കേസൊക്കെ പറഞ്ഞത്. ഈ സൈഡ് ഇപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ഭാഗത്തുള്ള ഓയിൽ സീൽ ഓറിയൊക്കെ നമ്മൾ മാറ്റിവിടും. കൂട്ടത്തിക്കടെ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഓയിൽ സീൽ കൂടി മാറ്റിക്കഴിഞ്ഞാൽ ലീക്കിൻ്റെ കേസ് ഒരു പരിധി വരെ അവിടെ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്ക് അയച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചാണ്. പക്ഷേ ഈ ഓയിൽ ലീക്കായിട്ട് വണ്ടി കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ സ്പ്രിങ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ലോക്കായി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പിസ്റ്റം പോലും ഊരിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഫോർക്ക് പൈപ്പ് കട്ട് ചെയ്ത്, അതായത് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്പ്രിംഗ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോയി. മാറ്റുമ്പോൾ 2 സ്പ്രിങ്ങും കൂടി മാറ്റിയിട്ട് വേണം പുതിയത് സെറ്റ് ചെയ്യാനായിട്ട്. പൈപ്പ് ഓൾറെഡി പ്ലേറ്റിങ് പോയേക്കണതാണ്. അത് ഈ പൈപ്പായാലും ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെയൊക്കെ പ്ലേറ്റിങ് പോയി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് എസ്റ്റിമേറ്റ് ആക്കിയതിനേക്കാളും പുറമെ അഡീഷണൽ വന്നേക്കണ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്രിങ്ങൊക്കെ അഡീഷണൽ മാറ്റേണ്ടതായിട്ട് വരും. എൻജിൻ ഓയിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ എൻജിൻ ഓയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ഓയിൽ മാറ്റിയതാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ എൻജിൻ ഓയിൽ വരും. അപ്പോൾ അതിൻ്റെ മൊത്തം പറഞ്ഞ എസ്റ്റിമേറ്റിനകത്ത് ഈ 1-2 ഐറ്റംസ് വരുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും ആ റേറ്റിനകത്ത് കേട്ടോ. ബാക്കിയതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിലവിൽ മാറ്റുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, അഡീഷണൽ എസ്റ്റിമേറ്റ് കൂടി ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ സ്പ്രിങ്ങൊന്നും നമുക്കിവിടെ അടുത്തൊന്നും കിട്ടലുണ്ടാവില്ല. അങ്കമാലിലോ അല്ലെങ്കിൽ കാലിലോ എവിടെയെങ്കിലും പോയി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് തീരില്ല, വൈകിട്ടത്തേക്കൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് പോയി ഇനി മേടിച്ചിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.